السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇന്ന് നമുക്ക് പുതിയൊരു പാഠം. യൗമുൻ മതീർ, നല്ല മഴയുള്ള ദിവസം എന്നർത്ഥം. نزل المطر في الليل وسالت الطرق والشوارع ونشا وحل كثير زلق به الناس وتوسخت الثياب فإذا سارت سيارة تطاير الماء. انقطع المطر في الصباح وأمن الناس خرجوا يمشون على الشوارع وقد توسخت ثيابهم بالوحل. وزلق بعض الناس على الشارع وسقط في الوحل وضحك الناس وضحك الرجل وتوسخت ثيابه جدة وكان الناس يمشون مطمئنين إذ جاء المطر على غفلة فابتلت الثياب. وكان بعض العقلاء قد أخذوا معهم المطريات فنشروها فكنت تركت مطريتي في البيت وظننت أن المطر قد انقطع وتأسفت جدا ورجعت إلى البيت وقد ابتلت ثيابي. ولم تطلع الشمس طول النهار ولم يزل في السماء غيم ولم يخرج من البيت إلا ذو حاجة وسئمت جلوس في البيت فخرجت في العصر وأخذت المطرية معي وذهبت إلى صديقي مسعود فوجدته يطالع كتابا. ഇത്ര വരികളാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാനുള്ളത്. യൗമുൻ മതീർ, നല്ല മഴയുള്ള ദിവസം എന്നർത്ഥം. നസലൽ മത്തറു, മഴ പെയ്തു, മഴ ഇറങ്ങി അല്ലെങ്കിൽ മഴ പെയ്തു. ഫില്ലൈലി, രാത്രിയിൽ. വസാലത്തി തുറുക്കു, റോഡുകളെല്ലാം. സാല യസീൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകുക. റോഡുകളെല്ലാം വെള്ളത്താൽ ഒഴുകി. വശവാരിഉ, അതുപോലെ തന്നെ തുർക്കണ വൈകൾ. വശവാരിഉ, റോഡുകളും വൈകളും ഒഴുകി, വെള്ളം ഒഴുകി എന്നർത്ഥം. വനശ വഹ്ലുൻ കസീർ, ഒരുപാട്. വഹല് എന്ന് പറഞ്ഞാൽ വഹില എന്നുള്ളതിൽ നിന്നാണ്. വഹില യഹ്ലു എന്നുള്ളതിൽ നിന്നാണ് എന്താവുക? വഹില് എന്നുള്ള ഇസ്മുണ്ടായത്. വഹില എന്ന് പറഞ്ഞാൽ ചളിയാവുക, ചളിയിൽ താന്നു പോവുക, പൂണ്ടുപോവുക, ചളി എന്നൊക്കെ അർത്ഥം. ചേറ്, ചളി ഒക്കെ. അപ്പം നശ വഹ്ലുൻ കസീറിന് ധാരാളം. അപ്പോൾ ഒരുപാട് ചളി അവിടെ ഉണ്ടായി എന്നർത്ഥം. മഴ പെയ്തിട്ട് റോഡുകളിലൂടെ വെള്ളമൊക്കെ ഒഴുകിയിട്ട് സാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സാലത്ത് എന്നാണ് കേട്ടോ. ഒഴുകി, വെള്ളം ഒഴുകി. സാലത്ത്, വെള്ളം ഒഴുകി. അത്തുറുക്കു, എവിടെ? റോഡുകൾ ഒഴുകി, റോഡുകളും വൈകളും. തുറുക്ക്, തരീഖുൻ ജംഉ തുറുക്ക്, ഷാരിഉൻ ജംഉ ഷവാരിഅ. ഷാരിഅ ഉണ്ടാവുക ഒരർത്ഥം തന്നെ. റോഡ് പറഞ്ഞാൽ റോഡ്, തുറുക്ക് പറഞ്ഞാൽ വഴി, ഒക്കെ ഒന്ന് തന്നെ കേട്ടോ. ഒന്ന് സാധാ വഴികൾക്കാണ്, എല്ലാ വഴികൾക്കും തുർക്കൊന്ന് ഉപയോഗിക്കും. ഷവാരിഅ എന്ന് പറയുന്ന റോഡുകൾക്കാരായിട്ട് ഉപയോഗിക്കാറുള്ളത്. റോഡും വഴിയൊക്കെ ഒന്ന് തന്നെയാണ്, ഇംഗ്ലീഷ് മലയാളമായി എന്നുള്ളൂ. ഓക്കെ, തുർക്ക് ഷവാരി, റോഡുകളും വഴികളും എല്ലാം ഒഴുകി. വനശ വഹ്ലുൻ കസീറുൻ, ഒരുപാട് ചളി ഉണ്ടായി എന്നർത്ഥം. ഉണ്ടായി, നശ അവിടെ ഉണ്ടായി. വഹ്ലുൻ ചളി, കസീറുൻ ഒരുപാട് ചളി അവിടെ ഉണ്ടായി. സലിഖ ബിഹി നാസ്, ജനങ്ങൾ അതിൽ വൈദ്യുതി വീണു. സലിഖ ബിഹി നാസു, ജനങ്ങൾ. സലിഖന്നാസു ബിഹി അതിൽ വൈദി, അന്നാസു ജനങ്ങൾ വൈദി വീണു. ഈ സലിഖ എന്നുള്ള പദം നമ്മൾ മുമ്പൊരട്ടം പഠിച്ചിട്ടുണ്ട്. എവിടെ? ഹിമാറുൽ കസൂൽ എന്ന് പറഞ്ഞ പാഠത്തിൽ പാലത്തിൽ നിന്നും തസല്ലക എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചു എന്ന് ഓർമ്മ. ഓക്കെ. സലിഖ ബിഹിന്നാസ്, ജനങ്ങൾ അതിൽ വൈദി വീണു. തവസ്സഖ, അതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ. വസിഖ യസിഖു, വസിഖ എന്ന് പറഞ്ഞാൽ അയിക്കാവുക എന്നാണ് കേട്ടോ. അപ്പോൾ തവസ്സഖത്ത് സിയാബുഹും, അങ്ങനെ ചളി പുരണ്ടു. സിയാബു, വസ്ത്രം ചളി പുരണ്ടു. തവസ്സഖത്ത് സിയാബു, വസ്ത്രം ചളി പുരണ്ടു. വൈദാ സാറത്ത് സയ്യാറത്തുൻ, ഇനി പറയണം. വൈദാ സാറത്ത് സയ്യാറത്തുൻ, ഒരു കാറ് പോയാൽ. വൈദാ സാറത്ത് സയ്യാറത്തുൻ, ഒരു കാറൊന്ന് പോയാൽ. തത്തോയറൽ മാഉ, തത്തോയറ എന്ന് പറഞ്ഞാൽ ചിന്ന ഭിന്നമാവുക, ചിന്നിച്ചിതറുക, പരക്കുക എന്നർത്ഥം. വെള്ളമൊന്നായിട്ട് പരന്ന് ചിന്നിച്ചിതറി എന്നർത്ഥം. ഓക്കെ. സാറത്ത് സയ്യാറ, വൈദാ സാറത്ത് സയ്യാറത്തുൻ, ഇതാ സാറ എന്നാണ് യാത്ര ചെയ്താൽ എന്നാണ്, പോയാൽ എന്നർത്ഥം. വൈദാ സാറത്ത് സയ്യാറത്തുൻ, ഒരു കാറൊന്ന് ഓടിപ്പോയാൽ.
തത്തായറൽ മാവ് വെള്ളം അവിടെ ഒന്നായിട്ട് പരക്കും, ചിന്നിച്ചിതറും, ഒന്നായിട്ട് ഉയർന്നു പൊങ്ങി പരന്നു പോകും എന്നർത്ഥം. തത്തായറ ചിന്നിച്ചിതറുക. ഇങ്കത്ത അൽ മത്തറു അങ്ങനെ മഴ നിന്നു. ഇങ്കത്ത അൽ മത്തറു മഴ സ്റ്റോപ്പായി എന്നർത്ഥം. ഫിസ്വബാഹി രാവിലെ മഴ നിന്നു. വ അമിനന്നാസ് ജനങ്ങളെല്ലാം സുരക്ഷിതരായി, അവരൊക്കെ നിർഭയരായി എന്ന് പറഞ്ഞാൽ അവരൊക്കെ നല്ല സുരക്ഷിതരായി മാറി. അമിന സുരക്ഷിതരാവുക, നിർഭയരാവുക എന്നർത്ഥം. അങ്ങനെ ഹറജു അവർ പുറപ്പെട്ടു, ജനങ്ങളൊക്കെ പുറപ്പെട്ടു. യംഷൂന അവർ നടക്കുന്നു, അലശവാരി ഈ റോഡുകളിലൂടെ അവർ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഏതൊരവസ്ഥയിലാണ് അവർ നടക്കുന്നത്? വഖദ് തവസ്സഖത്ത് സിയാബുഹും ബിൽ വഹലി അവരുടെ വസ്ത്രങ്ങൾ തവസ്സഖത്ത് അവർ ചളി പുരണ്ടിരിക്കുന്നു, ബിൽ വഹലി ചളികൾ കൊണ്ട്. അപ്പോൾ ചളി പുരണ്ട വസ്ത്രങ്ങളുമായിട്ട് അവർ റോഡിലൂടെ അവർ നടക്കുന്നു. ഹറജു അവർ പുറപ്പെട്ടു, യംഷൂൻ അവർ നടക്കുന്നവരായിട്ട് അവർ നടക്കുന്നു, അലശവാരി റോഡുകളിൽ. വഖദ് തവസ്സഖത്ത് വാവയുടെ ഹാലിന് ഉപയോഗിക്കുന്നതാണ്, ഏതൊരവസ്ഥയിലാണ് എന്നർത്ഥം. വാ തഖദ് തവസ്സഖത്ത് വസ്തിയാബുഹും അവരുടെ വസ്ത്രങ്ങൾ ചളി പുരണ്ടിരിക്കുന്നു, ബിൽ വഹലി ചളി കൊണ്ട്. അപ്പോൾ ചളി പുരണ്ട ചേറുകൊണ്ട് ചളി പുരണ്ട വസ്ത്രങ്ങളായിട്ട് അവർ റോഡിലൂടെ അങ്ങനെ നടക്കുന്നവരായി അവർ പുറപ്പെട്ടു. വസലിഖ ബഅ്ദുന്നാസ് ജനങ്ങൾ ചില ആളുകൾ എന്നർത്ഥം. ബഅ്ദുന്നാസ് ചില ആളുകൾ എന്നർത്ഥത്തിനിക്കാണ്. നാസറിന ജനങ്ങൾ. അപ്പോൾ ചില ആളുകൾ സലിഖ വൈദ്യുതി വീണു, അലശാരി ഈ റോഡിൽ, വസഖത ഫിൽ വഹലി എന്നിട്ട് ആ ചളിയിൽ അങ്ങനെ അവർ വീഴുകയും ചെയ്തു ചില ആളുകൾ. വലഹിക്കന്നാസ് ഇത് കണ്ടിട്ട് ചിലർ ചിരിച്ചു. വലഹിക്ക റജുലു ചില ആളുകളും, റജുൽ അയാളും ചിരിച്ചു എന്നർത്ഥത്തിന്. വലഹിക്ക റജുലു ആ മനുഷ്യനും ചിരിച്ചു. അങ്ങനെ ചിരിച്ച ആളും വതവസ്സഖത് സിയാബുഹു ജിദ്ദ വലഹിക്ക റജുലു ഒരു മനുഷ്യൻ ചിരിച്ചു അല്ലേ. അവൻ്റെ അവസ്ഥ എന്താണ്? തവസ്സഖത്ത് സിയാബുഹു ജിദ്ദൻ അവൻ്റെ വസ്ത്രം നല്ല ചളിയായിരിക്കുന്നു. തവസ്സഖ ചളി പുരണ്ടിരിക്കുന്നു. സിയാബുഹു അവൻ്റെ വസ്ത്രം ജിദ്ദൻ ഒരുപാട് ധാരാളമായി ചളി പുരണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യനും അവിടെ ചിരിച്ചു. വകാനന്നാസു ജനങ്ങളായിരുന്നു, യംശൂന അവർ നടക്കുന്നവരായിരുന്നു, മുത്മഇന്നീൻ അങ്ങനെ അവർ നല്ല മുത്മഇന്നീന ശാന്തരായി, അങ്ങനെ ചളിയൊക്കെ മാറി അങ്ങനെ ശാന്തരായി അവർ നടക്കുകയായിരുന്നു. ഇത് അപ്പോൾ ജാ അൽ മത്തറു ഇത് ജാ അൽ മത്തറു അലാ ഗഫ്ല എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായിരിക്കെ. ജാ അലാ ഗഫ്ല എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായിരിക്കെ മഴ വന്നു. ഇത് അപ്പോൾ ജാ അൽ മത്തറു മഴ വന്നു, അലാ ഗഫ്ലത്തിൻ അശ്രദ്ധ ആയിരിക്കെ മഴ വന്നു. വബ്തല്ലത്ത് സിയാബു വസ്ത്രങ്ങളെല്ലാം നനഞ്ഞു. ഫബ്തല്ലത്ത് സിയാബു വസ്ത്രം നനഞ്ഞു. ഫബ്തല്ലത്ത് സിയാബു വസ്ത്രം നനഞ്ഞു. വകാന ബഅ്ദുൽ ഉഖലാ ചില ബുദ്ധിമാന്മാരായിരുന്നു. വകാന ബഅ്ദുൽ ഉഖലാഇ ചില ബുദ്ധിമാന്മാർ ആയിരുന്നു. ഖദ് അഖദു മഅഹും അവരുടെ അടുത്ത് അവർ എടുത്തിരുന്നു. ഖദ് അഖദു അവർ എടുത്തിരുന്നു മഅഹും അവരുടെ കൂടെ. എന്നാൽ അവരുടെ അടുത്തുണ്ടായിരുന്നു. അൽമത്തരിയാത്ത് എന്ന് പറഞ്ഞാൽ കുടകൾക്കാണ് മത്തരിയാത്ത് എന്ന് പറയുമ്പോൾ ഇതല്ല അല്ലേ. അതുപോലെ തന്നെ മത്തരിയാത്ത് എന്ന് പറയുന്നത് കുടക്കിട്ടോ. അൽമത്തരിയാത്ത് കുടകൾ. അവരുടെ കൂടെ അവർ എടുത്തിരുന്നു. കഥാഹദു മാഹും അവർ എടുത്തിരുന്നു. മാഹും അൽമത്തരിയാത്ത് കുടകൾ. ഫനഷറുഹ അവർ ആ കുടകളൊക്കെ വിടർത്തി. നഷറ എന്ന് പറഞ്ഞാൽ വിടർത്തുക, തുറക്കുക എന്നൊക്കെ അർത്ഥം. ഫനഷറുഹ അവർ അതിനെ വിടർത്തി. ഓക്കെ. വകുന്തു കുട നിവർത്തി എന്ന്. ഫനഷറുഹ കുടകളെ അവർ നിവർത്തി. വകുന്തു ഞാനായിരുന്നു. തറക്തു മത്തരിയത്തി എൻ്റെ കൂടെ ഞാൻ ഒഴിവാക്കിയിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവിടെ വെച്ചിരുന്നു എന്നർത്ഥം. വകുന്തു ഞാനായിരുന്നു. തറക്തു മത്തരിയത്തി എൻ്റെ കൂടെ ഞാൻ ഉപേക്ഷിച്ചിരുന്നു. ഫിൽ ബൈത്തി വീട്ടിൽ, അഥവാ ഞാൻ എടുത്തില്ല എന്നർത്ഥത്തിന് കേട്ടോ. വകുന്തു ഞാനായിരുന്നു. തറക്തു ഞാൻ ഉപേക്ഷിച്ചിരുന്നു. മത്തരിയത്തി എൻ്റെ കൂടെ ഫിൽ ബൈത്തി വീട്ടിൽ. അപ്പോൾ ഞാൻ കൂടെ എടുക്കാതെ ആയിരുന്നു എന്ന് വന്നത് എന്നർത്ഥത്തിന് കേട്ടോ. വദനന്തു ഞാൻ കരുതി. അന്നൽ മത്തറ കതിങ്കത്ത് മഴ നിന്നിട്ടുണ്ടല്ലോ എന്ന് ഞാൻ കരുതി. അന്നൽ മത്തറ മഴ കതിങ്കത്ത അത് മുറിഞ്ഞിട്ടുണ്ടെന്നല്ല മഴ നിന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതി. അതുകൊണ്ട് ഞാൻ കൂടെ എടുത്തിട്ടില്ലായിരുന്നു എന്നർത്ഥം. അങ്ങനെ അപ്പോൾ മഴ പെയ്തപ്പോൾ എൻ്റെ വസ്ത്രങ്ങളൊക്കെ നനഞ്ഞപ്പോൾ ഫതഅസ്സഫ്തു ജിദ്ദൻ ഞാൻ ഒരുപാട് തഅസ്സഫ ദുഃഖിക്കുക, വ്യസനിക്കുക, സങ്കടപ്പെടുക എന്നൊക്കെ അർത്ഥം. അങ്ങനെ ഞാൻ കൂടെ എടുക്കാത്തതിൽ തഅസ്സഫ്തു ജിദ്ദൻ ഞാൻ ഒരുപാട് ദുഃഖിച്ചു. വജറൈതു അങ്ങനെ ഞാൻ നടന്നു. വറജഅതു ഇലൽ ബൈത്തി ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. വഖദ് ബതല്ലത്ത് സിയാബി എൻ്റെ വസ്ത്രങ്ങൾ നനഞ്ഞിരിക്കുന്നു. ഖദ് ബതല്ലത്ത് സിയാബി എൻ്റെ വസ്ത്രങ്ങൾ ഖദ് ബതല്ലത്ത് നനഞ്ഞിരിക്കുന്നു.
അപ്പോൾ എൻ്റെ വസ്ത്രങ്ങൾ നനഞ്ഞൊരായ അവസ്ഥയിലാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. ഓക്കെ, ഇത്രയും വരികൾ മതി. അടുത്തൊരു 3 കൂടി എടുക്കാൻ വിചാരിച്ചിരുന്നു, പക്ഷേ ഇതിൽ ഒരുപാട് പദങ്ങളുണ്ട്. അപ്പോൾ ഈ പദങ്ങളൊക്കെ നോക്കുക. നസല അൽ മത്തർ എന്ന് പറഞ്ഞാൽ മഴ പെയ്തു എന്നർത്ഥത്തിനാണ് കേട്ടോ. ഫില്ലയിലി രാത്രിയിൽ. സാലത്തി തുറുക്ക പറഞ്ഞാൽ വൈകൾ ഒഴുകി എന്ന് പറഞ്ഞാൽ വൈകൾ വെള്ളത്താലൊഴുകി എന്നർത്ഥം. ഷവാരി റോഡുകളും. വനശാത് ഉണ്ടായി എന്നർത്ഥത്തിന്. വഹലുൻ ചളി. കസീറുൻ ഒരുപാട്. ജലിഖ നാസു ജലിക്കൻ. ജലിഖ എന്നാൽ വൈദ്യു വീണു. ജലിഖ ബിഹിന്നാസ് ആ ചളിയിൽ ജനങ്ങളെല്ലാം വൈദ്യു വീണു. തവസഖത്ത് ചളി പുരണ്ടു. അസിയാബു വസ്ത്രം ചളി പുരണ്ടു. വൈദാസാറത്ത് സയ്യാത്തിനൊരു കാറ് പോയാൽ എന്നർത്ഥം. തെത്തായറ വെള്ളം. ചിന്നിച്ചിതറും പരക്കുന്നു. ഉയർന്നു പൊങ്ങി അതിങ്ങനെ പരന്നു പോകുന്നു എന്നർത്ഥത്തിന് കേട്ടോ. തെത്തായറ. ഇങ്കത്താനൽ സ്റ്റോപ്പ് നിന്നു എന്നർത്ഥം. അമീന സുരക്ഷിതരായി, ജനങ്ങൾ സുരക്ഷിതരായി. ഖറജു അവർ പുറപ്പെട്ടു. യംശൂന അവർ നടക്കുന്നു. അലശവാരി റോഡുകളിൽ. ഏതൊരവസ്ഥയിലാണ്? വഖദ് തവസ്സഖത്ത് സിയാബുഹും അവരുടെ വസ്ത്രങ്ങൾ ചളി പുരണ്ടിരിക്കുന്നു. ബിൽവഹരി ചേറുകൊണ്ട് അഥവാ ചളി കൊണ്ട് ചളി പുരണ്ടിരിക്കുന്ന വസ്ത്രങ്ങളായിട്ട് റോഡിലൂടെ നടക്കാൻ അവർ പുറപ്പെട്ടു. അപ്പോഴും സലിഖ ബാലനാസ് ചില ആളുകൾ അവിടെയും വൈദ്യ വീണു. വസഖത്ത ഫിൽ വഹലി ആ ചളിയിൽ വീണു. സഖത്ത വീണു. ബിൽ വഹലി ചളിയിൽ. ലഹിഖന്നാസ് ജനങ്ങൾ ചിരിച്ചു. ഒരു വീഴുന്നത് കണ്ടിട്ട് ചിരിച്ചു. അങ്ങനെ ഒരു മനുഷ്യനും ലഹിഖ റജുൽ ഒരാളും ചിരിച്ചു, ഒരു മനുഷ്യൻ ചിരിച്ചു. അവൻ്റെ അവസ്ഥ എന്താണ്? വതവസ്സഖത്ത് അവൻ്റെ വസ്ത്രം തവസ്സഖത്ത് സിയാബഹു ജിദ്ദൻ ഒരുപാട് ചളിയായിരിക്കുന്നു. അങ്ങനത്തെ ഒരാളും അവിടെ ചിരിക്കുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ. വക്കാനന്നാസ് ജനങ്ങളായിരുന്നു. യംശൂന അവർ നടക്കുന്നു. മുത്മഇന്നീന ശാന്തരായിട്ട്. ഈ ചളിയിലൂടെ ചളിയൊക്കെ മാറി നല്ല ശാന്തരായിട്ട് അവർ നടക്കുന്നു. ഇത് അപ്പോൾ ഇത് അവസരത്തിൽ ഇത് ആ സമയം എന്നർത്ഥം. ജാ അൽ മത്തറൂമായ വന്നു. അലാ ഗഫ്ലത്തിൻ അശ്രദ്ധമായിരിക്കെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മഴ വരും എന്നുള്ളൊരു ഇതിലൊന്നല്ല, അശ്രദ്ധമായിരിക്കെ മഴ വന്നു. ഒബത്തല്ലത്ത് സിയാബ് വസ്ത്രങ്ങളിൽ നനഞ്ഞു. നനയുക. ബല്ല യബുല്ലു പറഞ്ഞ നനയുക. ഇബത്തല്ലത്ത് നനഞ്ഞു. ഓക്കെ. വഖാന ബഅദുൽ ഉഖലാഇ ചില ബുദ്ധിമാന്മാർ അല്ലേ. വഖാന ബഅദുൽ ഉഖലാഇ ചില ബുദ്ധിമാന്മാർ ആയിരുന്നു. കദാഖദു അവർ എടുത്തിരുന്നു. മാഹും അവരുടെ കൂടെ അവർ എടുത്തിരുന്നു. അൽമത്തരിയാത്ത് അവർ പുറത്തിറങ്ങിയപ്പോൾ അവരുടെ കൂടെ അവർ കുട എടുത്തിരുന്നു. ഫനശറുഹ ആ കുടയെ അവർ നിവർത്തി. വകുന്തു തറക്തു മത്തരിയത്തി ഞാൻ എൻ്റെ കുടയെ ഉപേക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുട എടുത്തിട്ടില്ലായിരുന്നു എന്നർത്ഥം. ഞാൻ ഒഴിവാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ കുടയില്ല എന്നൊരു ആശയത്തിനേക്കാണ് കേട്ടോ. ഫിൽ ബൈത്തി വീട്ടിൽ ഞാൻ എൻ്റെ കുട അവിടെ വെച്ചിരുന്നു, ഞാൻ അവിടെ ഉപേക്ഷിച്ചതായിരുന്നു. വളനൻതു ഞാൻ കരുതി അന്നൽ മതറ കദിങ്കത്ത മഴ അത് നിന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതിയത്. ഇപ്പോൾ ഫത അസഫ്തു ഞാൻ ദുഃഖിച്ചു, ഞാൻ സങ്കടപ്പെട്ടു, ഞാൻ വ്യസനിച്ചു. ജിദ്ദൻ ഒരുപാട് ദുഃഖിച്ചു. അങ്ങനെ വജറൈത്തു ഞാൻ നടന്നു. വറജഅതു ഇലൽ ബൈത്തി ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. കവഖദിബ്തല്ലത്ത് സിയാബി എൻ്റെ വസ്ത്രങ്ങൾ നനഞ്ഞിരിക്കുന്നതായ അവസ്ഥയിൽ. വഖദിബ്തല്ലത്ത് നനഞ്ഞിരിക്കുന്നു. സിയാബി എൻ്റെ വസ്ത്രങ്ങൾ ആ അവസ്ഥയിലാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഇതിലെ പദങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.